നമുക്ക് അനുഷ്ക കുട്ടീനെ വിളിച്ചാലോ ഒരു പാട്ട് Yes. കേൾക്കാനായിട്ട്? വിളിക്കാം. Yes. വെൽക്കം നമ്മുടെ അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്, എന്താ നടക്കാനൊരു ബുദ്ധിമുട്ട്? അവള് സ്വന്തം ഉടുപ്പ് നോക്കി ചെരുപ്പിന്റെ ആണോ? അല്ല, പദപ്രദക്ഷിണം വെക്കുന്ന പോലെ അനുഷ്കിന്റെ തന്നെ ഉടുപ്പിന്റെ ഭംഗി അവള് തന്നെ നോക്കി നോക്കി ആസ്വദിച്ചു വന്നതാണല്ലേ? നടന്നു വരുമായിരുന്നു. ഉടുപ്പ് ഇന്ന് മിനിമലിസം ആണ് കേട്ടോ. അതെ, സിമ്പിൾ. സിമ്പിൾ ആണ്. ഇന്നത്തെ പാട്ടും അങ്ങനെ ആയിരിക്കും. ഒരു സിമ്പിൾ സൊഫിസ്റ്റിക്കേറ്റഡ് സോങ് ആണോ? ആണോ? ഏതാണ്? സുരഭിയാമങ്ങൾ. ശ്യാം സാർ, ആ. അതർ ഡീറ്റെയിൽസ്? ലിറിക്സ് ബിച്ചു തിരുമല സർ, പാടിയത് ചിത്രാമ്മ, മൂവി ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, ഇയർ 1986. യെസ്, ഒരു റെയർ ജെം ഓഫ് എ സോങ്. യെസ്. അപ്പൊ ഇന്ന് വളരെ മനോഹരമാക്കി തീർക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അനുഷ്കിന്റെ പാട്ട് തുടങ്ങട്ടെ. താങ്ക് യു.
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി നൈസ്. അനുഷ്കേ, എന്തോ സംഗീതപരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. താങ്ക് യു. വെൽക്കം. സെക്കൻഡ് ചരണത്തിൽ ആദ്യത്തെ വരികളില്ലേ, ചന്ദ്രകാന്ത ശിലയലിയും പൂനിലാവിൽ വിരിയുന്ന പൂവിൽ. ആ. ആഹാ, അതിന്റെ മെലഡി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ മെലഡിയാണ്. ആ മെലഡിയെ ഇങ്ങനെ ഒരു പൂത്താലത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. ഒരു രക്ഷയില്ല, അവിടെ നമ്മൾ അലിഞ്ഞു പോവുകയാണ്. പിന്നെ മൂക രാഗ മഴ എന്ന് പറയുന്നത്, അത് ആദ്യ പ്രാവശ്യം പാടിയപ്പോഴത്തേക്കും അങ്ങോട്ട് എത്തിയില്ല. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം പാടിയപ്പോ അവിടെ എത്തിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യം എത്തണ്ടേ? സെലക്റ്റീവ് ആയിട്ടുള്ള പെർഫെക്ഷൻ നമുക്ക് പറ്റില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള പെർഫെക്ഷനെ കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും പെർഫെക്ഷൻ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻസി പറയാൻ പറ്റൂ. മനുഷ്യന് പെർഫെക്ഷൻ ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഏകദേശമൊക്കെ നമ്മൾ ഒരു 25-30% ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അത് പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. ശരിക്കും അതൊരു മിറാഷാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കണം. ഫസ്റ്റ് ആ ഒരു ആഡ്ലിബ്, ഒരു ഹമ്മിങ് പാടിയില്ലേ, അതിന്റെ ഫസ്റ്റ് വെരി ബിഗിനിങ് വളരെ നന്നായിരുന്നു. അതിൽ അത്ഭുതകരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ദായി എന്നാണ് തുടങ്ങണേ, നോട്ട് ദാ എന്നാണ് തുടങ്ങണത്. അപ്പൊ ശ്രുതി കറക്റ്റഡ് ആ ദാ 6th നോട്ടിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അവിടെ കൊണ്ട് എത്തിച്ചേടാ ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഹമ്മിങ്ങിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തോ ഒരു അത് അത്രയും വന്ന സുഖം പെട്ടെന്ന് അങ്ങ് പോയ പോലെ, ആ സുഖം ഉൾവലിഞ്ഞു പോയതുപോലെ, അയ്യോ ഞാൻ പോണേ എന്ന് പറഞ്ഞ് പോയതുപോലെ. അതൊന്ന് ശരിയാക്കി പാടാമോ? സാധാരണ കാണാത്ത ഒരു കാര്യം ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറുവിറ. അത് എന്തു പറ്റി? അങ്ങനെ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്തോ? എസ്പെഷ്യലി പാർക്കിങ്ങിന്റെ സമയത്താണ്. പാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചില്ലേ? ആരോഗ്യമല്ലേ? എനർജി ഒക്കെ നല്ലോണം ഉണ്ടല്ലേ? അത് മതി. പക്ഷെ ഭാഗ്യം വലുവിറയല്ല, ചെറുവിറയാണ്. അത് കുഴപ്പമില്ല, പക്ഷെ അത് മാറ്റിയെടുക്കണം. സാധാരണ അനുഷ്കിന് ഇല്ലാത്ത ഒരു കാര്യമാണ്, ഒരു പുതിയ പ്രതിഭാസമാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മൂകരാഗമഴയിൽ എന്നുള്ളത് ഫസ്റ്റ് ടൈം ഒന്ന് കറക്റ്റായിട്ട് പാടാമോ? അതൊരു പ്രതി മധ്യമല്ലേ, അതിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പാടില്ല കേട്ടോ. നായകനായിട്ട് തന്നെ നിർത്തണം. അപ്പൊ കറക്റ്റായിട്ട് ഫ്ലാറ്റ് ആവാതെയും ഷാർപ്പ് ആവാതെയും വേണം. ഈ കീബോർഡ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കീബോർഡ് പറയുന്നുണ്ട്, ഛേ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒന്നുകിൽ എന്നെ കൾമേഡില്, അല്ലെങ്കിൽ അതിന്റെ താഴെ, അല്ലെങ്കിൽ അറൌണ്ട് മീ, നിങ്ങൾ എന്തുകൊണ്ട് എന്റെ കൂടെ പാടുന്നില്ല എന്ന് കീബോർഡ് ചോദിക്കുന്നുണ്ട്. അല്ലേ സുഷേ? അല്ലേ? അപ്പൊ അത് കറക്റ്റ് പ്രതിമധ്യമായിരിക്കണം. പിന്നെ ബ്രത്ത് റഷ് ചെയ്തൊരു സ്ഥലമുണ്ട്, നനു നനെ ഉതിരും എന്ന് പാടിയില്ലേ, അവിടെ ബ്രത്ത് കുറച്ച് റഷ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അടുത്ത ബ്രത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചാടി പിടിക്കുന്ന പോലെ. അങ്ങനെ ചാടി പിടിക്കാതെ പാടാമോ? ഈണവുമായി അടുത്ത ലൈനും കൂടെ പാടണം. അല്ല, ഒന്നിച്ച് വന്നാലേ പാടുള്ളൂ. ഒറ്റയടിക്ക് പാടണം. അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെ, അത് ശുഭാംഗതയെന്നാണോ സുരാംഗനയെന്നാണോ സുധാംഗതയെന്നാണോ എനിക്ക്, കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. അത് ഓഡിയൻസിലേക്ക് ആ സംശയം അങ്ങോട്ട് വിതറിത്തരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കട്ടെ. അനുഷ്ക ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്, ഒരു രക്ഷയില്ല. അത് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല എനിക്ക് അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഈ ഹൈ നോട്ട്സ് ഒക്കെ ടച്ച് ചെയ്യുന്നില്ലേ, ഇതെങ്ങനെയെന്ന് സത്യം ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ കൊച്ചിലെ ഞാൻ ഈ ഹൈ നോട്ട്സ് കിട്ടാണ്ടാവുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന നേരെ ആകാശത്ത് തുടങ്ങും. ഞാൻ വിചാരിക്കുന്ന ആകാശത്ത് നിന്നാണ് ഈ ഹൈ നോട്ട്സ് കിട്ടുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ആകാശത്ത് നോക്കി പാടി നോക്കിക്കൊണ്ടിരുന്നു.
പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് പ്രാക്ടീസിലേ കിട്ടുള്ളൂ, അല്ലാതെ ആകാശം നോക്കിട്ട് ഒരു കാര്യമില്ലാതെ. ഇപ്പൊ അനുഷ്ക ഉണ്ടല്ലോ എന്ത് ഈസിയാണ്, ഈസിലി ആകാശമില്ല ഭൂമിയില്ല ഒന്നുമില്ല, ശബ്ദം ഇങ്ങനെ ഒഴുകി ശബ്ദം ഇങ്ങനെ ഒഴുകി വരുന്നത്. അത് ഗംഭീരമാണ്, കൈയടി കൊടുക്കണം. ഇത് പറഞ്ഞപ്പോഴാ ഇവിടെ തൃപ്പൂണിത്തുറ RLV കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരന് ഈ ടോപ്പ് കിട്ടുന്നില്ല, ഹൈ പിച്ച്. അപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ടോപ്പ് കിട്ടാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണു തുറന്നപ്പോൾ ഒരു ടോപ്പ് കിട്ടി, പേനയുടെ ടോപ്പ്. എനിക്ക് തോന്നി അല്ല ഇപ്പൊ ആകാശത്തേക്ക് നോക്കി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്. ഞാൻ വെച്ച് ഈ ടോപ്പ് അടിക്കുന്നു. അല്ല, പേനയുടെ എനിക്ക് ടോപ്പ്. തോന്നി അങ്ങനെ ചിന്തിച്ചോ? കൂട്ടുകാരൻ കോളേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മധു മറ്റേ വാട്ടർ ടാങ്ക് വാങ്ങിച്ചിട്ടേ അതിനകത്ത് അനുഷ്കനെ കയറ്റി ഇരുത്തിയിട്ട് രാവിലെ 5 മണിക്ക് എണീച്ച് ജലസാധകം. ജലസാധകം അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. അതെ, അത് ഞാൻ ജന്മത്ത് ചെയ്യൂല. അപ്പൊ അനുഷ്ക കുട്ടി, എന്താ? എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. താങ്ക് യു. ഈ ശബ്ദം ഈ പാട്ടിൽ നന്നായിട്ട് മാച്ചായി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഇന്ന് എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം ആ ശബ്ദത്തിന്. ഈ പാട്ടിന്റെ ആണോ അനുഷ്ക കുട്ടിയുടെ ഒരു കഴിവാണോ കിട്ടിയതാണോ സിദ്ധി കിട്ടിയതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നന്നായിരുന്നു ഒന്ന് കേൾക്കാൻ കേട്ടോ. എനിക്കും ആ ഹമ്മിങ്ങിന്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് ബെറ്റർ ആവണമെന്ന് തോന്നി. ബിഗിനിങ് വളരെ നന്നായിരുന്നു, നല്ല രസമായിരുന്നു കേൾക്കാൻ. ഒരു വിറയുണ്ടായിരുന്നു ശബ്ദത്തിൽ. അതൊന്ന് പുതിയതായിട്ട് വന്ന ഒരു സ്വഭാവമായിട്ട് ഞാൻ കാണുന്നു അതിനെ. അത് വേണ്ട. യെസ്, ഓക്കെ. ഒഴിയൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില മൈന്യൂട്ടായിട്ട് ശ്രുതി ചില സ്ഥലങ്ങളിൽ കേട്ടോ. അനുപല്ലവി തുടങ്ങിയ ആദ്യത്തെ പ്രശ്നമാണെങ്കിലും രണ്ടാമത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ സംഗതി ഇങ്ങനെ വരുന്നില്ലേ, അത് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ചരണത്തിന്റെയും ചന്ദ്രകാന്ത ശിലയാലിയും അതിന്റെ ആ സംഗതി, ആ ഭാഗം വളരെ വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. ചരണത്തില് ചന്ദ്രകാന്ത ശിലയാലിയും ഒരു ഹമ്മിങ് പാടിയില്ലേ, അത് കുറച്ചൊന്ന് ചെറുതായിട്ട് ഷാർപ്പായി. അതും കൂടി ഭംഗിയായിട്ട് വരേണ്ടതായിരുന്നു. ഒരു ഭാഗം മാത്രം അതിൽ ഷാർപ്പായി. പിന്നെ ബാക്കിയെല്ലാം MJ പറഞ്ഞത് തന്നെ എനിക്ക് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. വോയിസിന് ഒന്നുകൂടി സൗന്ദര്യം കൂടി. എന്താ അതിനുവേണ്ടി ചെയ്യുന്നത്? വീണ്ടും ഡ്രമ്മിൽ അല്ലെങ്കിലേ മഴക്കാലം, അതിന്റെ കൂടെ പനിയും വരും ചുമയും വരും എല്ലാം വരും. എന്തായാലും ശബ്ദം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് ഇന്ന്. നല്ല ശബ്ദം. അത് ബേസിൽ പാടുമ്പോഴും ഹൈയിൽ പാടുമ്പോഴും ഒരുപോലെ കൺസിസ്റ്റന്റ് ആണ് ആ ശബ്ദം. അതിന്റെ ടോൺ ഒരുപോലെ കൺസിസ്റ്റന്റ് ആണ്. കൃത്യമായിട്ട് അനുഷ്കുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓഡിയൻസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ആ ശബ്ദം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് കേട്ടോ. ആ ശബ്ദത്തിന്റെ ഒരു മാജിക് ഇന്നത്തെ പെർഫോമൻസിൽ എന്തായാലും ഉണ്ടായിരുന്നു അനുഷ്കിന്. അതെന്തായാലും കൊള്ളാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിടുക്കിയായിട്ട് പാടി. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നല്ല ഫോക്കസ്ഡ് ആയിരുന്നു അനുഷ്ക, വെരി ഫോക്കസ്ഡ്. അത് ഓരോ ഭാഗം പാടുമ്പോഴും അനുഷ്കിന് ആ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. എവിടെ പാടണം, എങ്ങനെ പാടണം, എത്ര ഡൈനാമിക്സ് അവിടെ കൊടുക്കണം, അവിടെ എത്ര ഹസ്കി ആക്കണം, എന്താണ് ആ പാട്ട് പറയുന്നത്, ഇതൊക്കെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടാണ് അനുഷ്ക ഇന്ന് വന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്. 100% ഷുവർ. കാരണം അത്ര മിടുക്കിയായിട്ട് പാടി. ഓവറോൾ നോക്കുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് പാട്ട്. ആകെപ്പാടെ ആ ബ്രെത്ത് കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബ്രെത്തൊക്കെ അടിപൊളിയാവട്ടെ. അടുത്ത പ്രാവശ്യം കിടിലനായിട്ട് പെർഫോം ചെയ്യണം. ഇതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോട്ടെ അനുഷ്ക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊച്ചിയിൽ നിന്ന് പുതിയ പേര് കേട്ടിട്ടുണ്ട്, ചെറുവിറ കുട്ടി. CV. അപ്പൊ ഇന്ന് ചെറുവിറ കുട്ടിക്ക് എത്രയാണ് മാർക്ക്? 98.5 on 100. താങ്ക് യു സർ. ഓക്കെ ചെറുവിറ, ബൈ ബൈ. നല്ല മാർക്കാണ്. ഇനി 100 ആക്കണം നമുക്ക്. ഒരു സ്ഥലപ്പേര് മാതിരി ഉണ്ട് അല്ലേ, ചെറുവിറ. മുതുവറ എന്ന സ്ഥലമുണ്ട് തൃശ്ശൂര്. ബൈ, ഗുഡ് നൈറ്റ്. സർ കളഞ്ഞു, കോൺസെൻട്രേഷൻ കളഞ്ഞു. അയ്യോ സോറി സർ, ഞാൻ ഒരാളുടെ വീട് തപ്പി വന്നതാ. ഇതാണോ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ മധു ചെത്തിമറ്റത്തിന്റെ വീട്? അതെ, ഞാൻ തന്നെയാണ് മധു ചെത്തിമറ്റം. എന്താണ്, എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? സോറി സർ, അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതെന്താ? അത് ഫസ്റ്റ് ഡേ കാണാൻ സമയം കിട്ടാറില്ല.
പിന്നെ സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും സാറിന്റെ സിനിമകൾ സെക്കൻഡ് ഡേ തിയേറ്ററിൽ ഉണ്ടാവാറില്ലല്ലോ. കുട്ടി ഇപ്പൊ എന്നെ കളിയാക്കാൻ വന്നാണോ? പോയി 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 എന്റെ ഭാവന പോയി. അയ്യോ, ഞാൻ തിരിച്ചുതരാം സാർ. എന്ത്? അല്ല, സാറിന് പോയ ഭാവനയൊക്കെ ഞാൻ തിരിച്ചുതരാം. അതെങ്ങനെ? അത് ഇതാണ് സാർ നമ്മുടെ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ്. ഇതിങ്ങനെ തലയിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പോയ ഭാവന തിരിച്ചു വരും. പോയ ഭാവനയാണോ അതോ പുതിയ ഭാവനയാണോ? പോയ ഭാവനയും പുതിയ ഭാവനയും ഒക്കെ തിരിച്ചു വരും. അത് കൊള്ളാലോ. അയ്യേ, ഇത് കൊള്ളത്തില്ല. ഇതുകൊണ്ടൊന്നും ഭാവന വരുന്നില്ല. അയ്യോ, വരും സാർ. വലിയ വലിയ എഴുത്തുകാരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്നേക്കാൾ വലിയ എഴുത്തുകാരൻ വേറെ ഇല്ല. അങ്ങനെയുള്ള ഭാവനയൊന്നും ഇതിൽ വരത്തില്ല. 2 വാങ്ങി ഒന്ന് ഉപയോഗിച്ചു നോക്കൂ സാർ. ഇതുകൊണ്ടൊന്നും എന്റെ ഭാവന വരില്ല. കുട്ടി ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ആ, കാണാറുണ്ട് സാർ. അതിലൊരു നല്ലൊരു പയ്യനുണ്ട്, പാട്ട് പാടുന്ന നല്ല പയ്യൻ, റിയാൻ. അറിയോ? അറിയാം സാർ. എനിക്ക് ഭാവന കിട്ടാതെ ആകുമ്പോൾ ഞാൻ അവന്റെ പാട്ട് കേട്ട് ടോപ്പ് സിംഗറിൽ നിന്ന് കാണും. പ്രത്യേകിച്ച് റിയാന്റെ പാട്ടുകൾ ഞാൻ കേൾക്കും. അപ്പം ഞാനൊന്ന് എൻ്റെ മനസ്സൊന്ന് നല്ല റിലാക്സ് ആവും. അങ്ങനെ എൻ്റെ പുതിയ പുതിയ ഭാവനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എന്നാ പോയി ആ പയ്യന്റെ പാട്ട് കേട്ടിട്ട് വരാം. അയ്യോ സാർ, അപ്പൊ ഇതോ? എടുത്ത് തോട്ടിക്കള. ഇതെല്ലാം ടോപ്പ് സിംഗറുള്ളപ്പോൾ ഭാവന വരാൻ വേറെ ഒന്നും വേണ്ട എനിക്ക്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും വരം. അകലാതെ അകലുന്ന സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും വരം. അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ, അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ.
വിശ്വം കാക്കുന്ന നാഥ വിശ്വേകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ. ബ്യൂട്ടിഫുൾ. വെരി നൈസ്, വെരി നൈസ്, നന്നായി സൂപ്പർ പാടി, സൂപ്പർ. റിയാങ്കുട്ടാ. കോറസേ കലക്കി. താങ്ക് യു. ഫ്രാൻസിസേ സൂപ്പർ. സ്ക്രിപ്റ്റ് റൈറ്റർ മധു ചെട്ടിമട്ടത്തിൽ. ഞാൻ ഭാവനയിലാണ്. ഭാവന, നല്ല ഭാവന വന്നിരിക്കുകയാണ്. താങ്കൾ ഭാവനയിൽ ഇരുന്നുകൊള്ളുക. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഭാവനയിലേക്ക് പോട്ടെ. ശരി. റിയാങ്കുട്ടാ, എന്തോ സാർ? ഞാൻ ഒരു 4-5 മിനിറ്റ് വേറൊരു ലോകത്തായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ലോകത്താണോ? അത് തന്നെ. ആ, ആ നാഥന്റെ ലോകം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ലോകമാണ്. അത് ശരിയാ. യോഹന്നാൻ 10:11 എന്നതിൽ പറയുന്നുണ്ട്, ഞാനാകുന്നു ഇടയൻ. അതെന്താ വെച്ചാ ഈ കുഞ്ഞാടുകളില്ലേ, ആ. ആ കുഞ്ഞാടുകൾക്ക് സ്വന്തം വഴി അറിയില്ല. ആ, അപ്പൊ ഇടയനാണ് മുന്നിൽ നടന്നിട്ട് ഇടയന്റെ ശബ്ദം കേട്ടിട്ടാണ് ഈ കുഞ്ഞാടുകൾ ഫോളോ ചെയ്യുന്നത്. ആ, അത് അപ്പൊ ഈ കുഞ്ഞാടുകൾ തന്നെയാണ് നമ്മളെല്ലാവരും ഈ ലോകത്തുള്ളത്. അത് ശരിയാ. അപ്പൊ അവിടുന്ന് ആ ശബ്ദം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വഴി അറിയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് കിട്ടുന്നതെന്നാണ് റിയാങ്കുട്ടാ. ഓ, അങ്ങനെ അവിടുന്ന് തന്നിരിക്കുന്ന നിറഞ്ഞ ബ്ലെസ്സിങ്സ് ഉള്ള ആളല്ലേ നമ്മുടെ റിയാൻ കുട്ടൻ. ഓ, എനിക്കിതൊരു ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് തോന്നിയത്. റിയാൻ ഓ. അതെ, അതെ. പ്രാർത്ഥന കേട്ടോ. അയ്യോ അത് അവിടെ എവിടെയാണോ അത് കേൾക്കേണ്ടത് അത് കേട്ടിരിക്കും. അയ്യോ. ആ, സംശയമില്ല കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഭക്തി ഉണ്ടായിരുന്നു, ഡിവോഷൻ ഉണ്ടായിരുന്നു. അത് ആ പാട്ടിനോട് മാത്രമല്ല മ്യൂസിക്കിനോടുള്ള ഡിവോഷനും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഓ, അത് കൃത്യമായിരുന്നേ റിയാങ്കുട്ടാ. താങ്ക് യു സാർ. അപ്പൊ അതുകൊണ്ട് അങ്കിളിന് ഒത്തിരി സമാധാനം കിട്ടി കേട്ടോ. നല്ല കാര്യല്ലേ ഇത്? റിയാങ്കുട്ടന്റെ പാട്ട് കേട്ടിട്ട് അങ്കിളിന് സമാധാനം കിട്ടി. ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ. ആഹാ, ഉഗ്രനായിരുന്നേ. താങ്ക് യു സാർ. അത് ഞാൻ ഫീൽ കൊടുത്തോളൂ. ആ, ഫീൽ കൊടുത്തതാ. സിമ്പിൾ ആയിട്ട് പറയണത്. ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ. അന്യനാണെങ്കിലും അതെന്തൊരു ഫീലുമായിരുന്നു. ആ, അത് ഞാൻ കൊടുത്തോളൂ. ഓ, അത് അത് മൊത്തം മൊത്തം ഫീലുമായിരുന്നു. ഫീൽ ആയിരുന്നു. രസമായിരുന്നു. താങ്ക് ഉടനെ യു. ഭാവനയിലായിരുന്ന മധു ചെറ്റിമട്ടം പോലും ആഹാ എന്ന് പറഞ്ഞു. അയ്യോ, അതെ, എന്റെ ഭാവനയിൽ നിന്ന് ഞാൻ ഉണർന്നത് അയ്യോ. ആഹാ എന്ന് പറഞ്ഞു. ആഹാ എന്ന് പറഞ്ഞു. Yes. നല്ല രസമായിരുന്നു റിയാങ്കുട്ട. അത് താങ്ക് യു ചേച്ചി. ഞാൻ താക്കോൽ എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു പാട്ട്, നാഥന്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ലൈൻസ് എനിക്ക് ഓർമ്മയില്ല, 2 ലൈൻ പാടാം. ഉം. നല്ലിടയാ നിന്നെയും കാത്ത് ഗലീലിയിൽ നിന്നു ഞാൻ. അങ്ങനെ ഒരു പാട്ട് ചെയ്ത്, ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഓ, ഓ, ആ, നല്ലത്. അത് ഓർമ്മയില്ലാത്തന്നല്ലാന്നോ? അല്ലല്ല, പാട്ട് നല്ലത്. അങ്ങനെ പറ. അപ്പോ മധു ചെറ്റിമട്ടം ആ, നേരത്തെ ഭാവന തരാനായിട്ട് ആ സെയിൽസ് ഗേൾ വന്നില്ലേ, അതെ. ആ കുട്ടി ഇവിടെ ഇല്ലാത്തത് ഏറ്റവും നന്നായി. അത് നല്ല കൊച്ചായിരുന്നു അല്ലേ? ഇല്ല, നല്ലൊരു sales ഒട്ടുമല്ല. അത് എന്തൊരു ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. ഭാവനയും ആളെ- വരുന്നില്ല. ആ ആളെ കുട്ടി നല്ല ആ കുട്ടി നല്ല സംസാരം. ആ കുട്ടി നല്ലതായിരുന്നു. ആ കുട്ടി കൊണ്ടുവന്ന മസാജർ ഒന്നും കൊള്ളില്ലായിരുന്നു. അത് അതിനോട് ഞാൻ മുട്ട ഇതാക്കണ വിസ്കർ എടുത്തിട്ട് മസാജർ എന്ന് പറഞ്ഞ് ഭാവന തന്ന ആ വിരിഞ്ഞിട്ടുണ്ടോ? കുട്ടിയാണോ നല്ലത്? ആ, ഞാൻ തൽക്കാലം എന്റെ ഭാവന നിർത്തി വെച്ചിരിക്കുകയാണ്. കുറച്ച് വിരിക്കും. കുറച്ച് വിരിക്കാം. റിയാൻകുട്ടനെ കുറിച്ചുള്ള ഭാവനയാണ്. വിരിയാൻ പോകുന്നത്. അതെ, വിരിയാൻ Okay. റിയാൻകുട്ട, എന്തോ എന്ത് ഫീലായിരുന്നു. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക, സൂപ്പർ ഫീൽ എഴുതി വെച്ചിരിക്കുക. താങ്ക് യു മധു സാറേ. ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. മധു സാറേ, ഓ എനിക്കിനി തോന്നുന്നത് എന്താണെന്നറിയോ? ഓ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ വൈകുന്നേരം പ്രെയർ പാടുമ്പോ യേശുനാഥന്റെ പാട്ടാ പാടുക. ആ അപ്പൊ ഈ പാട്ട് പാടണമെന്നുണ്ട്, വിശ്വം കാക്കുന്ന നാഥ. ആ പാട് നല്ലതല്ലേ? പക്ഷെ അത് എല്ലാവർക്കും അറിയണ്ടേ.
അതിങ്ങനെ 2 പ്രാവശ്യം പാടിക്കുമ്പോഴത്തേക്ക് അവരൊക്കെ പഠിച്ചോളൂ. അത് ആ അതെ, എന്ത് ഫീലായിരുന്നു. ഇതുപോലെ അവിടെ പോയി പാടിയാണ്ടല്ലോ സ്കൂളിൽ എല്ലാവരും ഏറ്റുപാടും, ഒറ്റ ദിവസം കൊണ്ട് പഠിക്കും. യാതൊരു സംശയമില്ല. താങ്ക് യു. മധുവങ്കളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള സംഗീത ജീവിതത്തിൽ ഇഷ്ടംപോലെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഡിവോഷണലായിരിക്കണം. ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് പാടാനുള്ള ഭാഗ്യം യേശുദേവൻ തന്നിട്ടുണ്ട്, ഭഗവാൻ. കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ഭക്തി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുമായിരുന്നു താങ്ക് യു സാർ. ഇന്നത്തെ പാട്ടില്. എനിക്ക് തോന്നുന്നു ഞാൻ ദൈവത്തിനെ മനസ്സിൽ കൊണ്ടും തോന്നുന്നു. തീർച്ചയായിട്ടും ദൈവം റിയാൻകുട്ടന്റെ ഉള്ളിൽ നിന്ന് പാടിയതാന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ. കറക്റ്റ് അല്ലേ? യെസ്. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. ആ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. താങ്ക് യു സാർ. വെരി ഗുഡ്. താങ്ക് യു. സൂപ്പർ. താങ്ക് യു സാർ. റിയാൻകുട്ട, എന്തോ ചേച്ചി ഇങ്ങനെയൊക്കെ ഫീല് കൊടുത്ത് പാടാൻ പറ്റുമോ? ഒരു മനുഷ്യന് ഇതൊക്കെ പറ്റുമോ ഇങ്ങനെ ലൈവായിട്ട് പാടാൻ? എനിക്കൊക്കെ പറ്റും. അത്ഭുതമാണ് കേട്ടോ. എന്ത് കോൺഫിഡൻസാ നോക്ക്. റിയാൻകുട്ട, ഇന്ന് എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ഒരു ഡിവൈൻ എനർജി ഉണ്ടായിരുന്നു ഇവിടെ, ഡിവിനിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. എന്താ പറയാ, ഭയങ്കര ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു റിയാൻകുട്ടന്റെ പാട്ടിന്. താങ്ക് യു ചേച്ചി. പള്ളിയുടെ ആൾക്കാരിൽ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ശരിക്കും അതിലുള്ള യേശുദേവനെ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു മൂഡായിരുന്നു. അതെ, പള്ളിയിൽ പോയ പോലെ ഉണ്ട്. എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു, കുറെ പ്രേയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയെന്ന് റിയാൻകുട്ടന് ഈ പാട്ട് പാടിയപ്പോൾ. ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. ഒരു പാട്ട് പാടിയിട്ട് നമ്മളെ തിരിച്ച് മെമ്മറീസിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല റിയാൻകുട്ട. ഇന്ന് റിയാൻകുട്ടൻ ചെയ്തത് എന്നെ തിരിച്ച് എൻ്റെ ആ മെമ്മറീസിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. മിടുക്കൻ കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ആ ഫീലാണ്. ആ ചരണത്തിന്റെ അവസാനം അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ, അത് വാസ് എക്സലന്റ്. താങ്ക് യു ചേച്ചി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അവിടുത്തെ ആ ഫീല് വേറെ ലെവലായിരുന്നു റിയാൻകുട്ട. അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ, അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ആ ട്രിക്ക്, മൈക്ക് പ്ലേസ്മെന്റിന്റെ ആ ട്രിക്ക്. അത് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഞാനിങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല ട്രിക്ക് കേട്ടോ. അത് അടിപൊളി. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം മച്ചേട്ടാ നോക്ക്, മച്ചേട്ടാ നോക്ക്, അവരെന്താ ചെയ്യുന്നത് നോക്ക്, കാണിക്കുന്നത് നോക്ക് എന്നിട്ട് ഞാനിങ്ങനെ തോണ്ടി വിളിച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റിയാൻകുട്ടൻ ചെയ്യുന്നത് കേട്ടോ. അത് ഞാനൊരിക്കൽ ഏതോ പാട്ട് പാടിയപ്പോ ശ്യാമാംബരം പാടിയപ്പോ ഇങ്ങനെ മുകളിലേക്ക് പാടുമ്പോ നേസൽ, അതായത് എന്നുള്ള മൂളിക്കൊണ്ടുള്ള ഒരു ഹൈ പിച്ച് ഉണ്ട്. അല്ല, വേറെ ഏതോ ഭാഗത്ത് എവിടെയായിരുന്നു അത് ഓർമ്മയുണ്ടോ റിയാൻകുട്ടന്? നാദം 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 അത് പാടുമ്പോ മുഴുവൻ മൂക്കി കൂടെ അല്ലേ. അപ്പൊ ആ സമയത്ത് വോയിസ് ഇത്തിരി ഫീബിൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മൈക്ക് അതാണ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളിവിടുന്ന് പറയുന്നതൊക്കെ മെല്ലെ മെല്ലെ ഒപ്പിയെടുത്ത് ഓരോ പെർഫോമൻസിലും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പഠിച്ചിട്ടാണ് റിയാൻകുട്ടൻ വരുന്നത്. അതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. വെറുതെ കേൾക്കുക മാത്രമല്ല, അത് പ്രാബല്യത്തിൽ വരുത്തുന്നുണ്ട്. മിടുക്കൻ. താങ്ക് യു ചേച്ചി. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ചക്കര ഉമ്മ. ഇവിടെ പിന്നെ എണിച്ച് നിന്ന് കൈയടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരാൾക്കാണ്. അവിടെ ഇരിക്കുന്ന ഫ്രാൻസി ഇല്ലേ? എനിക്ക് ആ ബീജത്തിന്റെ 2 നോട്ട്സ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ബോയിങ് രസമുണ്ട്. വിബ്രാറ്റോ കൊടുക്കുന്ന എവിടെയാണോ അതിന്റെ അവസാനം, ഒരു നോട്ടിന്റെ അവസാനമാണ് കൊടുക്കണത് അല്ലേ? അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ഒരു ഡിവോഷണൽ ഫീൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. മീനുട്ടി, പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ക്രോസ് കാണുന്നില്ലേ, ക്രോസ് കുരിശ്, അതിനൊരു വലിയൊരു ഫിലോസഫി ഉണ്ട് അതിന്റെ പിന്നിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ച എന്താണത്? നമ്മുടെ ലെറ്റർ ഐ ഇല്ലേ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അതിനെ കട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം
അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് പോകാനാണ് കുരിശ് നമുക്ക് അതെ. പറഞ്ഞു തരുന്നത്. ദാറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് അതിനെപ്പറ്റി. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അതിലേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങണം എന്നാണ്. തീർച്ചയായിട്ടും അതെ. അതാണ് കുരിശിന്റെ വഴി കേട്ടോ. അതാണ് അത് പാത. അതെ ആ. മിസ്റ്റർ മധു ചെട്ടിമറ്റത്തിൽ, ഉം. താങ്കൾ ലോഹിദാസ് സാറാണ് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചോണ്ടെന്ന് വളച്ചൊടിക്കാതെ കാര്യം നേരിട്ട് പറയൂ. അതിഭാവന വേണ്ട. അല്ല, ലോകത്തിൽ ഇത്രയും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ വേറെ ഇല്ലാന്നല്ലേ വിചാരം. വിചാരം ആ, പക്ഷെ ഞാൻ അഹംബോധത്തിൽ പറഞ്ഞതാണ്. ആ. അഹങ്കാരത്തിൽ പറഞ്ഞത്. പക്ഷെ കേട്ടപ്പോ അത് അഹങ്കാരം പോലെ തോന്നി. അങ്ങനെ തോന്നി. അത് അത് എന്നെ പറയണ്ട. ആ ഗ്രീൻ സൺ പച്ച മോൻ എഴുതി തന്ന സ്ക്രിപ്റ്റ് ആണ് ഞാൻ വായിച്ചത്. അതെ. ആ തലയിലെ സാധനം ഒരു വലിച്ചെറിയും മധുമകൾ. ഇപ്പൊ വലിച്ചെറിഞ്ഞ മുടിയൊക്കെ ഇനി മാർക്കറിയാം നമുക്ക്. yes. അറിയാം. യെസ് ക്യാപ്റ്റൻ യെസ്. എന്താണ്? എനിക്ക് ഒത്തിരി സന്തോഷം തന്ന പാട്ടല്ലേ. ഉം. എനിക്ക് മാത്രമല്ല, നമുക്ക് ഭക്തി നിറച്ചില്ലേ എല്ലാവർക്കും മനസ്സിലേക്ക്. ഒത്തിരി സന്തോഷം നൽകിയ ഒരു പാട്ടല്ലേ. ഒത്തിരി ഭക്തി നിറച്ചു ഫീലൊക്കെ മനസ്സിലേക്ക്. ശരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ ആ മഴ പെയ്യിക്കാതിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആണല്ലേ? എം ജെ സർ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ മഴ പെയ്യണ്ടേ? പെയ്യണ്ടേ പെയ്യണ്ടേ അറിയില്ല. പെയ്യണ്ടേ? അപ്പൊ റിയാൻകുട്ട എന്തോ ഇന്നത്തെ മാർക്ക് പറയട്ടെ. ആ ഇറ്റ് ഈസ് 100 out of 100 for റിയാൻകുട്ടൻ. കാക്കുന്ന നാഥ ഒരു മധുരമഴ നമ്മുടെ റിയാൻകുട്ടന്. ആത്മാവിലെരിയുന്ന തീയണയ്ക്കു കുറെ മിഠായി ഉണ്ട്. ഏത് മിഠായി അറിയാൻകുട്ടന് വേണ്ടത്? 5 സ്റ്റാർ. 5 സ്റ്റാർ. ദേ ഒരാള് വരുന്നുണ്ട് അനിയത്തി കേട്ടോ. വരുന്നുണ്ട്, അനിയത്തി അനിയത്തി. വരുന്നുണ്ട്. റിയാൻകുട്ടനാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ആഹാ. ഡേ. ആര്യ ചേച്ചി വെൽക്കം. നാഥ എന്റെ പ്രിയപ്പെട്ട റിയാൻകുട്ട, എന്തോ പൊന്നിന് ഈ സമ്മാനം തരുന്നതിൽ എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. പിന്നെ 100 ഇപ്പൊ അടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അല്ലേ ഇപ്പൊ മീനുട്ടാ? ആർക്കും കിട്ടാറില്ല. ഭയങ്കര അത് rare ആ 100 രണ്ട് കിട്ടാൻ സ്റ്റാറും. വേണ്ടിയിട്ട്. അതെ, 2 അതെ. സ്റ്റാറും. ആ അപ്പൊ അത്രയും മിടുക്കനായിട്ട് പാടിയാൽ മാത്രമേ റിയാൻകുട്ടൻ 100 പ്രൗഡായോ? ഒക്കെ കിട്ടുള്ളൂ. ആ ഹാപ്പി. ഹാപ്പി. അപ്പൊ തരട്ടെ ഒരു കണ്ടറിയാം ഒരു പ്രൗഡായിട്ട് ഉടുപ്പ് തരട്ടെ ഞാൻ. ആ ദേ പിടിച്ചോ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന്റെ കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ്. താങ്ക് യു റിയാൻകുട്ട. അപ്പൊ നമുക്ക് ആ ടാറ്റാ. ടാറ്റാ. നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ സംഗീത യാത്ര ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ചു നേരം നിർത്തിവെക്കുകയാണ്. നാളെ ഇതേ സമയം പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും എത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.